ചങ്ങായി വ്ലോഗ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചങ്ങായി വ്ലോഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ പരിസര പഠനം പാർട്ട് 2 യൂണിറ്റ് 5 ആഹാരവും ആരോഗ്യവും. അതിൻ്റെ 3ാമത്തെ വീഡിയോ ആണ് ഇത്. നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അതേപോലെ തന്നെ നിങ്ങൾ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വേവിക്കാതെ കഴിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾക്ക് ഏറെ ഗുണമുണ്ട്. വേവിക്കാതെ കഴിക്കുന്നത് കൊണ്ട് അവയുടെ ഗുണങ്ങൾ ഒന്നും തന്നെ നഷ്ടപ്പെടുന്നില്ല. എല്ലാ പോഷകങ്ങളും ശരീരത്തിന് ലഭിക്കും. വേവിച്ചും അല്ലാതെയും കഴിക്കുന്ന ഭക്ഷ്യവസ്തുക്കളെ തരംതിരിക്കാം. വേവിച്ചു കഴിക്കുന്നവ, വേവിക്കാതെ കഴിക്കുന്നവ, വേവിച്ചോ വേവിക്കാതെയോ കഴിക്കുന്നവ. ഇപ്പോൾ വേവിച്ച് കഴിക്കുന്നതിൽ അരി, നമ്മളെന്നും കഴിക്കുന്ന ഒരു സാധനമാണ് അരി അല്ലേ. പിന്നെ ചേന, മാംസം, ഉരുളക്കിഴങ്ങ്, ചേമ്പ്, ഗോതമ്പ്, മുരിങ്ങക്കായ, കൂർക്ക, വഴുതന, ഇങ്ങനെ കുറേ സാധനങ്ങൾ വേവിച്ച് കഴിക്കേണ്ടതാണ്. ഇനി വേവിക്കാതെ കഴിക്കാൻ പറ്റുന്നവ ഏതൊക്കെയാണ്? കാരറ്റ്, സവാള, പച്ചമുളക്, നമ്മൾ തൈരിലൊക്കെ ചേർത്ത് പച്ചമുളക് കഴിക്കാറുണ്ടല്ലോ. പിന്നെ ആപ്പിൾ, മുന്തിരി, ഓറഞ്ച്, പേരയ്ക്ക, കക്കരിക്ക, വാഴപ്പഴം, സപ്പോട്ട, ഇങ്ങനെ ഒരുപാട് പഴങ്ങളുണ്ട് അല്ലേ. അതേപോലെ വേവിച്ചോ വേവിക്കാതെയോ കഴിക്കുന്നതിൽ കാരറ്റ് നമുക്ക് പച്ചയ്ക്കും കഴിക്കാം, അല്ലെങ്കിൽ വേവിച്ചിട്ടും കഴിക്കാം. അപ്പോൾ കാരറ്റ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ കപ്പ എന്ന് പറഞ്ഞാൽ മരച്ചീനി, അത് നമ്മൾ പച്ചയ്ക്കും കഴിക്കും, വേവിച്ചിട്ടും കഴിക്കും. വെള്ളരി, സവാള, പച്ചമുളക്, കോവയ്ക്ക, ബീട്രൂട്ട് പച്ചയ്ക്ക് കഴിക്കുന്നത് കുറവാണ് അല്ലേ, എന്നാലും വേണമെങ്കിൽ കഴിക്കാം. അതേപോലെ കാബേജും നമ്മൾ പച്ചയ്ക്ക് കഴിക്കുന്നത് കുറവാണ്, എന്നാലും വേണമെങ്കിൽ കഴിക്കാം, സാലഡിലൊക്കെ ഉൾപ്പെടുത്താം. എല്ലാവരും സാലഡിൽ ഉൾപ്പെടുത്തുന്ന ഒരു സാധനമാണ് കാബേജ്. പിന്നെ തക്കാളി, ചോളം, ഇളയ ചോളം പച്ചയ്ക്ക് തിന്നാനും പറ്റും, നല്ല സ്വാദും ഗുണവുമുണ്ട്. നാം കഴിക്കുന്ന വിഭവങ്ങളിൽ ഏതാണ് കൂടുതൽ? വേവിച്ചതോ വേവിക്കാത്തതോ? വേവിച്ച് കഴിക്കുന്നതാണ് കൂടുതൽ അല്ലേ. എന്തിനാണ് നമ്മൾ ഭക്ഷണം വേവിക്കുന്നത്? എന്തിനാണ് ഭക്ഷണം വേവിക്കുന്നത്? അതിൻ്റെ രുചി കൂടാൻ അല്ലേ, രുചി വർദ്ധിപ്പിക്കാൻ. പിന്നെ അതേപോലെ തന്നെ ദഹനം എളുപ്പമാക്കാൻ, വേഗം ദഹിക്കണമെങ്കിൽ വേവിച്ച് കഴിക്കണം ഈ സാധനങ്ങളൊക്കെ. അതേപോലെ അതിലെന്തെങ്കിലും അണുക്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നശിക്കാനും വേവിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ടാണ് നമ്മൾ പച്ചയ്ക്ക് കഴിക്കുന്ന സാധനങ്ങൾ നന്നായി കഴുകി ഉപയോഗിക്കണം എന്ന് പറയുന്നത്. ആരോഗ്യകരമായ ജീവിതത്തിന് ഏതെല്ലാം ഭക്ഷ്യവസ്തുക്കൾ ആവശ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലോ. ഏതെല്ലാമാണ് വേണ്ടത്? നമുക്ക് നോക്കാം. നിങ്ങളുടെ ഭക്ഷണക്രമത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ? അഭിപ്രായം എഴുതൂ. അപ്പോൾ നിങ്ങൾ ഓരോ ദിവസത്തെയും ഭക്ഷണം എന്തൊക്കെയാണെന്നൊക്കെ എഴുതി അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ എന്തെല്ലാം ഭക്ഷ്യവസ്തുക്കളാണ് നിങ്ങളുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ ഓരോ ദിവസത്തെയും ഭക്ഷ്യവസ്തുക്കൾ എന്തെല്ലാമാണെന്ന് ഒരാഴ്ചത്തെ എഴുതി നോക്കി അല്ലേ. അപ്പോൾ അതിൽ നിങ്ങൾ എന്തെല്ലാം ഇനി ചേർക്കേണ്ടതുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? പയർവർഗ്ഗങ്ങളും പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും അതുപോലെ ജന്തുജന്യമായ ഭക്ഷ്യവസ്തുക്കളും എല്ലാം കഴിച്ചാലേ നമ്മുടെ ശരീരത്തിന് നല്ല ആരോഗ്യം കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇറച്ചിയും മീനും കഴിക്കാത്തവർ എങ്ങനെയാണ് ശരീരത്തിന് വേണ്ട ഇത് കിട്ടുകയെന്ന്. അപ്പോൾ ഇറച്ചിയും മീനും മുട്ടയും ഒന്നും കഴിക്കാത്തവർ പാല് കുടിക്കാം. പിന്നെ അതേപോലെ തന്നെ മാംസ്യം കിട്ടുന്നത് പയർവർഗ്ഗങ്ങളിൽ നിന്നാണ്. മാംസ്യം നമുക്ക് കിട്ടാൻ ഇറച്ചിയും മീനും കഴിക്കണമെന്ന് നിർബന്ധമില്ല, പയർവർഗ്ഗങ്ങൾ കഴിച്ചാൽ മതി. അടുത്തതായിട്ട് ആഹാരശീലങ്ങളാണ്. ഭക്ഷണം ചവച്ചരയ്ക്കുക എന്നതാണ് എൻ്റെ മുഖ്യ ജോലി. പല്ല് പറയാണ്, ഭക്ഷണം ചവച്ചരയ്ക്കുക എന്നതാണ് എൻ്റെ ജോലിയെന്ന്. ഭക്ഷണം നന്നായി ചവച്ചരച്ചാണോ നമ്മൾ കഴിക്കാറുള്ളത്? ഭക്ഷണം ചവച്ചരച്ചു കഴിക്കുന്നതിൻ്റെ പ്രാധാന്യം എന്തെല്ലാമാണെന്നറിയാമോ? ദഹനം എളുപ്പമാക്കുന്നു, വിവിധ രുചികൾ തിരിച്ചറിയാം. പെട്ടെന്ന് ഒന്ന് ചവയ്ക്കൊന്നും ചെയ്യാതെ വിഴുങ്ങിക്കളഞ്ഞാൽ അതിൻ്റെ രുചിയൊന്നും മനസ്സിലാവില്ല, ടേസ്റ്റ് കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഗുളികയൊന്നും ചവച്ചരയ്ക്കാതെ കഴിക്കുന്നത്. അതിൻ്റെ ടേസ്റ്റ്, അതിൻ്റെ കയ്പ്പ് നമുക്ക് ആവശ്യമില്ല അല്ലേ. നമ്മൾ കഴിക്കുന്ന എല്ലാ ആഹാരവും നന്നായി ചവച്ചരച്ച് കഴിക്കണം. താഴെ പറയുന്ന ശീലങ്ങൾ തെറ്റാണോ ശരിയാണോ എന്നെഴുതുക. ടിക്കിട്ടാൽ മതി. കൈ വൃത്തിയായി കഴുകാതെ ഭക്ഷണം കഴിക്കുന്നു, തെറ്റ്.
ഇറച്ചി നന്നായി വേവിച്ച് കഴിക്കുന്നു. ശരി. പഴങ്ങളും പച്ചക്കറികളും കഴുകി ഉപയോഗിക്കുന്നു. ശരി. ജീവികൾ കടിച്ച പഴങ്ങൾ കഴിക്കാറില്ല. ശരി. വെള്ളം കുടിക്കാൻ മടി കാണിക്കുന്നു. തെറ്റ്. രാവിലത്തെ തിരക്കിൽ പ്രഭാത ഭക്ഷണം ശരിയായി കഴിക്കാറില്ല. തെറ്റ്. രാവിലത്തെ ഭക്ഷണം ഒട്ടും ഒഴിവാക്കാൻ പാടില്ല. നിങ്ങൾ അതിനുള്ള സമയം കണ്ടെത്തണം. അതിനുവേണ്ടി നമ്മൾ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് നേരത്തെ ഒരുങ്ങി ഭക്ഷണം കഴിച്ചു വേണം സ്കൂളിൽ പോകാൻ. അടുത്തതായിട്ട് അടുക്കളത്തോട്ടം. നിങ്ങളുടെ വീട് പരിസരത്ത് ഏതെല്ലാം പഴങ്ങളും പച്ചക്കറികളും ഉണ്ട്? നിങ്ങളുടെ വീട്ടിലുണ്ടോ? പഴങ്ങളും പച്ചക്കറികളൊക്കെ ഉണ്ടോ? വീട്ടുവളപ്പിൽ നട്ടുണ്ടാക്കുന്ന പഴങ്ങൾക്കും പച്ചക്കറികൾക്കുമുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? പുതുമ നഷ്ടപ്പെടാതെ ഉപയോഗിക്കാം. വാടിയിട്ടൊന്നും അല്ലല്ലോ, പുതിയതായിട്ട് തന്നെ അറുത്ത് അന്ന് തന്നെ ഉപയോഗിക്കാം. അതാണ് പുതുമ. അടുത്തതായിട്ട് കീടനാശിനികളില്ലാത്ത ഭക്ഷണം കഴിക്കാം. നമ്മുടെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കീടനാശിനികൾ അധികം തളിക്കാതെയാണ് നമ്മൾ ഉണ്ടാക്കുക. കാരണം നമുക്ക് കഴിക്കാനുള്ളതാണ്. അടുത്തതായിട്ട് സാമ്പത്തികമായ ലാഭമുണ്ടാകും. ഒരുപാട് ലാഭമില്ലെങ്കിലും കുറച്ചുണ്ടാവും അല്ലേ? കടയിൽ നിന്ന് വാങ്ങുമ്പോൾ പൈസ കൊടുക്കണ്ടേ? ഇപ്പോൾ 10 വെണ്ടയ്ക്കയാണ് നമുക്ക് ഉണ്ടായതെങ്കിലും അത് കടയിൽ പോയി വാങ്ങുമ്പോൾ പൈസ കൊടുക്കണം. അതുകൊണ്ട് നമുക്കിവിടെ സാമ്പത്തിക ലാഭം ഉണ്ടാകും. രുചിയും ഗുണവും കൂടുതലാണ്. അതൊരു പ്രധാന ഘടകമാണ് അല്ലേ? അടുത്തതായിട്ട് നമ്മൾ കൃഷിയോട് താല്പര്യം ഉണ്ടാകും. കൃഷിയോട് താല്പര്യം വളർത്താൻ ഇത് സഹായിക്കും. ഇനി പപ്പായ കണ്ടില്ലേ? പപ്പായ പഴമായും പച്ചക്കറിയായും ഞങ്ങളെ ഉപയോഗിക്കുന്നു. പഴമായിട്ട് നമ്മൾ കഴിക്കും. പച്ചയാണെങ്കിൽ ഉപ്പേരി വെച്ചിട്ടും കറി വെച്ചിട്ടും ഒക്കെ കഴിക്കാറുണ്ട്. പഴുത്താൽ പല ജീവികൾക്കും ഞങ്ങൾ ഭക്ഷണമാകും. ഓരോ പ്രദേശത്തും ഓരോ പേരിലാണ് ഞങ്ങൾ അറിയപ്പെടുന്നത്. നിങ്ങളുടെ നാട്ടിൽ ഞങ്ങളെ വിളിക്കുന്ന പേരെന്താണ്? പപ്പായ എന്നാണ് ഇപ്പോൾ ഒരു പൊതുവായിട്ടൊരു പേര് അല്ലേ? പക്ഷേ ചില നാട്ടിൽ ഇതിന് കപ്പളങ്ങ, പിന്നെ കറുമൂസ്, ഓവക്കായ, കറുവത്തുംകായ അങ്ങനെയൊക്കെ പറയും. അപ്പോൾ ഇതിൻ്റെ പേരെന്തൊക്കെയാണ്? കപ്പളങ്ങ, കറുമൂസ്, ഓമക്കായ, കറുവത്ത്, ഇങ്ങനെയൊക്കെ കറുവത്തുംകായ അങ്ങനെയൊക്കെയാണ് ഓരോ നാട്ടിൽ പറയുന്നത്. നിങ്ങളുടെ സ്കൂളിലോ വീട്ടിലോ പപ്പായ മരമുണ്ടോ? ഇല്ലെങ്കിൽ നട്ടു വളർത്തൂ. പപ്പായ വളരെ നല്ലതാണ്. നമ്മുടെ നാട്ടിലൊക്കെ സാധാരണയായിട്ട് കാണുന്ന ഒരു സസ്യമാണ്. നല്ല ഉണ്ടാവുകയും ചെയ്യും. ചിലപ്പോൾ ഒരു ഒന്നുമില്ലാത്ത സമയത്ത് ഒരു കറി വെക്കാൻ ഒരു പപ്പായ ഉണ്ടായാൽ മതി. എന്നാൽ പഴുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമുള്ള പഴവുമായി പോഷക മൂല്യം വളരെ കൂടുതലുള്ള ഒന്നാണ് പപ്പായ. ഇതുപോലെ നമ്മുടെ പ്രദേശത്ത് കണ്ടുവരുന്ന മറ്റേതെല്ലാം ഫലങ്ങളുണ്ട്? പട്ടികപ്പെടുത്തൂ. ഈ പപ്പായ പോലെ വലിയ ശുശ്രൂഷ ഒന്നും കൂടാതെ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്ന പഴങ്ങൾ എന്തൊക്കെയാണ്? മാങ്ങ, ചക്ക, പേരയ്ക്ക, സപ്പോട്ട, ചാമ്പയ്ക്ക, വാഴപ്പഴം, കൈതച്ചക്ക ഇവയെല്ലാം നമ്മുടെ നാട്ടിലുണ്ട്. അടുത്തതായിട്ട് സ്കൂൾ പച്ചക്കറിത്തോട്ടം. സ്കൂളിലെ പച്ചക്കറിത്തോട്ടത്തിൽ എന്തെല്ലാമാണ് കൃഷി ചെയ്യുന്നത്? ആരോഗ്യമുള്ള ജീവിതത്തിന് ആവശ്യമായ വിവിധ തരം വിളകൾ നിങ്ങളുടെ തോട്ടത്തിലുണ്ടോ? നിങ്ങളുടെ സ്കൂളിൽ എന്തെല്ലാം ആണ് കൃഷി ചെയ്യുന്നത്? അതിൻ്റെ പട്ടിക ഒന്ന് തയ്യാറാക്കുക. ഇനങ്ങൾ: പയർവർഗ്ഗങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, ഇലക്കറികൾ. ഇത് നിലവിൽ നിങ്ങളുടെ സ്കൂളിൽ പയർവർഗ്ഗങ്ങൾ ഉണ്ടോ? പൊതുവായി ഈ പയർവർഗ്ഗങ്ങൾ സ്കൂളുകളിൽ വളർത്തുന്നത് കുറവാണ്. ഇവിടുത്തെ സ്കൂളിൽ പയർവർഗ്ഗം ഇല്ല. നിങ്ങളുടെ സ്കൂളിൽ ഉണ്ടെങ്കിൽ അവിടെ എഴുതാം. ഇനി നമ്മൾ അവിടെ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന പയർവർഗ്ഗമാണ് ബീൻസ്, ചെറുപയർ. അതുപോലെ കിഴങ്ങുവർഗ്ഗങ്ങളിൽ നിലവിലുള്ളത് ചേന, ചേമ്പാണ്. ഇനി ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് മരച്ചീനി, കൂർക്ക. പച്ചക്കറികളിൽ നിലവിലുള്ളത് വെണ്ട, വഴുതന. ഇനി ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് മത്തൻ, കുമ്പളൻ. മത്തൻ, കുമ്പളനും ഉൾപ്പെടുത്തിയാൽ അതിനുള്ള കായകളും അതുപോലെ അതിൻ്റെ ഇലയും ആഹാരത്തിൽ ഉൾപ്പെടുത്താം. അടുത്തതായിട്ട് ഇലക്കറികളിൽ ചീരയാണ് നിലവിലുള്ളത്. ഇനി ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് മുരിങ്ങ. തയ്യാറാക്കിയ പട്ടികയുടെ അടിസ്ഥാനത്തിൽ കൂട്ടുകാരുമായി ചേർന്ന് പച്ചക്കറിത്തോട്ടം വിപുലീകരിക്കൂ. ഇനി ഇതേപോലെ നിങ്ങൾ വെറുതെ ബുക്കിൽ എഴുതി വെക്കാതെ നിങ്ങളുടെ പച്ചക്കറിത്തോട്ടത്തിൽ കൂടുതലായി ഉൾപ്പെടുത്തി പച്ചക്കറിത്തോട്ടം വിപുലീകരിക്കൂ. നിരീക്ഷിക്കാം, കണ്ടെത്താം.
പച്ചക്കറിത്തോട്ടം നമുക്ക് മാത്രമാണോ പ്രയോജനപ്പെടുന്നത്? ചിത്രം നോക്കൂ. ഞാൻ കൃഷിത്തോട്ടങ്ങളിലെ കീടങ്ങളെയും തിന്നും. അപ്പം ഈ കിളിക്ക് ഇതിന് ഈ പച്ചക്കറിത്തോട്ടം കൊണ്ട് ഉപയോഗമുണ്ട് അല്ലേ? കീടങ്ങളെയൊക്കെ തിന്നും, നമുക്കും ഉപയോഗമാണ് അല്ലേ? ചിത്രം നോക്കൂ. മറ്റേതെല്ലാം ജീവികൾ കൃഷിത്തോട്ടത്തിൽ വരാറുണ്ട്? ഇവ കൃഷിത്തോട്ടത്തിൽ വരുന്നത് കീടങ്ങളെ തിന്നാൻ മാത്രമാണോ? വിളവ് തിന്നാൻ വരുന്നവയുണ്ടോ? ഉണ്ടല്ലേ, വിളവ് തിന്നാൻ വരുന്നവയുണ്ട്. ഇവിടെ നമ്മളെപ്പോഴും കാണുന്നതാണ് നമ്മുടെ തത്ത പേരക്ക കഴിക്കുന്നത് അല്ലേ? പേരക്ക വന്ന് തിന്നും. അതേപോലെ അണ്ണാൻ പേരക്ക തിന്നും, വാഴപ്പഴം തിന്നും, തത്തയും തിന്നും അല്ലേ? തത്ത അതേപോലെ പയർ തിന്നും. അപ്പം ആരൊക്കെയാണ് വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. പൂമ്പാറ്റകൾ വരുന്നുണ്ട്, കിളികൾ, തുമ്പികൾ, അണ്ണാൻ, തത്ത, ഇവയൊക്കെ. പിന്നെ മറ്റു ചെറുജീവികൾ, തേൻ കുടിക്കാൻ വരുന്ന കുറേ ചെറുജീവികളും വരുന്നുണ്ട് അല്ലേ? വിളവ് തിന്നാനും തേൻ കുടിക്കാനും കീടങ്ങളെ ആഹാരമാക്കാനുമാണ് ഈ ജീവികൾ വരുന്നത്. അവയുടെ സംഭാഷണം ചിത്രീകരിക്കൂ. ചിത്രീകരണം ക്ലാസ്സിൽ പ്രദർശിപ്പിക്കൂ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യൂ. അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.